ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സത്യൻ മൊഗേരിയും പി പി സുനീറും സിപിഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റും പുനഃസംഘടിപ്പിച്ചു. ഇ ചന്ദ്രശേഖരൻ, വി ചാമുണ്ണി, കെ ആർ ചന്ദ്രമോഹൻ, സി എൻ ജയദേവൻ എന്നിവരെ പ്രായപരിധിയെ തുടർന്ന് ഒഴിവാക്കി. വി എസ് സുനിൽകുമാർ അടക്കം 8 പേരെ പുതിയതായി ഉൾപ്പെടുത്തി. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ് റഷീദ്, സിപിഐക്ക് ഇനിയൊരു ത്രിതല സംവിധാനം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറുകയാണോ? അപ്പോഴും മുല്ലക്കര രത്നാകരനെ തഴഞ്ഞു എന്ന രീതിയിലുള്ള വിവരങ്ങൾ കൂടി വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനിത, സിപിഐക്ക് സംസ്ഥാന നേതൃത്വം ആരൊക്കെയാണ് എന്ന തീരുമാനം സംസ്ഥാന കൗൺസിൽ എടുത്തു. പ്രധാനമായും ഉള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇ ചന്ദ്രശേഖർ പ്രായപരിധി മൂലം നേരത്തെ തന്നെ ഒഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഒഴിഞ്ഞു. ആ സ്ഥാനത്തേക്ക് സത്യൻ മൊഗേരിയാണ് പുതിയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി വന്നത്. നേരത്തെയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായ പി പി സുനീർ MP ആ പദവിയിൽ തുടരാനുള്ള തീരുമാനമെടുത്തു. മറ്റൊന്ന്, കാനം രാജേന്ദ്രന്റെ കാലത്ത് അവസാനിപ്പിച്ച സിപിഐയുടെ സംസ്ഥാന നേതൃനിലയിലുണ്ടായിരുന്ന ഒരു ബോഡിയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം ഇന്ന് സംസ്ഥാന കൗൺസിൽ എടുത്തിട്ടുണ്ട്. 11 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റാണുള്ളത്. ബിനോയ് വിശ്വവും 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരും 4 മന്ത്രിമാരും അടങ്ങുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് പുതുതായി 8 പേരെയാണ് എടുത്തത്. അതിൽ വി എസ് സുനിൽകുമാറിനെ, തൃശ്ശൂരിൽ നിന്നുള്ള വി എസ് സുനിൽകുമാറിനെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് ഉൾപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് കൊണ്ടുവരാതിരിക്കുകയായിരുന്നു സുനിൽകുമാറിനെ. സുനിൽകുമാർ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി AIYFന്റെ സംസ്ഥാന സെക്രട്ടറിമാരെ മുമ്പ് എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കെ രാജനും സുബാലുമൊക്കെ അങ്ങനെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു. പക്ഷേ മഹേഷ് കക്കത്ത് AIYFന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ കാനത്തിന് എതിരുള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയില്ല. പകരം ഇപ്പോൾ TT ജിസ്മോനെ AIYFന്റെ സംസ്ഥാന സെക്രട്ടറിയെ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടിയെടുത്തു. പ്രായപരിധിയുടെ പേരിൽ 5 പേരാണ് ഒഴിഞ്ഞത്. 8 പേരെ പുതുതായി എടുത്തു. നിലവിലുള്ള എക്സിക്യൂട്ടീവിൽ 21 പേരായിരുന്നു. അത് 25ആയി ഉയർത്തിയിട്ടുമുണ്ട്. വിനിത, ശരി. ഏതായാലും പുതിയ നേതൃത്വത്തിന്റെ കരുത്തിൽ തെരഞ്ഞെടുപ്പുകൾ കൂടി ഒരുങ്ങാൻ തയ്യാറാവുകയാണ് CPI എന്നതാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.